വിനു, ഒന്ന് ഈ കൂടിക്കാഴ്ചയെ രണ്ട് തരത്തിൽ വിലയിരുത്തണം. ഒന്ന് സഭയുടെ തലത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഓർത്തഡോക്സ് സഭയുടെ മാർ അത്തനാസിയോസ് ബിഷപ്പ് എന്ത് കുഞ്ഞാടിനെ പോലെയാണ് സംസാരിച്ചത്, എന്ത് കാര്യമായിട്ടാണ് പറഞ്ഞത്. അയ്യോ പാവം എന്ന് പറഞ്ഞ് എത്രമാത്രം കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സുപ്രീം കോടതി വിധി വന്ന ഈ സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾ വിജാതീയ കോടതിയെ ആശ്രയിക്കരുത് എന്ന് പഠിപ്പിക്കുന്നവരാണ് ഈ ക്രിസ്ത്യൻ സഭകളിലെ ബിഷപ്പുമാർ മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ട് ഈ രണ്ട് സഭകൾക്ക് ഒരു കസേരയുടെ ചുറ്റിനും ഇരിക്കണമെങ്കിൽ കേരള മുഖ്യമന്ത്രി വേണം, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വേണം. അപ്പുറം ഇപ്പുറം ഇരുന്നൊന്ന് സംസാരിച്ച് തീർക്കാൻ. ഈ വിശ്വാസികളുടെ ഗതി എന്താണ്? വിശ്വാസികളെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ധാരണയില്ല. ഇത് വെറുതെ വട്ടിപ്പലിശയുടെ കണക്കും പറഞ്ഞ് തമ്മി തല്ലി ഈ വിശ്വാസികൾ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് സമൂഹത്തിന്റെ മുമ്പിൽ നശിച്ച് നാരായണക്കല്ലെടുക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് വേറെ വിഷയമൊന്നുമില്ലല്ലോ ഈ നാട്ടില്. ക്രിസ്ത്യാനിയുടെ വിഷയം ഈ സഭാതർക്കം പരിഹരിക്കലാണല്ലോ. എന്താണ് സഭാതർക്കം? അധികാര തർക്കം മാത്രമാണ്. ഇത് വിശ്വാസത്തിന്റെ തർക്കമല്ല, ഇത് ആരാധനാക്രമത്തിന്റെ തർക്കമല്ല, ഇത് ലിറ്റർജിയുടെ തർക്കമല്ല, ഇത് ഒന്നിന്റെ തർക്കമല്ല. ഇത് വെറും പരസ്പരം വെട്ടിക്കീറാനുള്ള അധികാര തർക്കത്തിന്റെ തർക്കമാണ്, പണത്തർക്കം മാത്രമാണ്. ആ തർക്കം പറഞ്ഞ് ക്രിസ്ത്യാനിയെ സമൂഹത്തിന്റെ നിലയിലേക്ക് എടുത്തിട്ടിട്ട് ഇന്ന് ഒരു BJPയുടെ നേതാവിന്റെ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കണം വിനു. എന്താണ് പ്രധാനമന്ത്രിക്ക് ഈ കാര്യത്തിൽ റോള്? പ്രധാനമന്ത്രിക്ക് ഇതിൽ എന്താണ് റോള്? ചർച്ചയ്ക്ക് വിളിച്ചത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഓർത്തഡോക്സ് സഭയുടെ ആരാണ്? ഈ നാട്ടില് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ വേറെ ഒരു കാര്യമില്ലല്ലോ. ഈ നാട്ടിൽ വേറെ ഒരു സമരവും നടക്കണമല്ലോ. ഡൽഹിയിലെ അതിർത്തിയിലേക്ക് ചെന്നാൽ മതി. അവരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് എന്താണ് റോള്? ഇവിടെ ഒരു റോളും ഇല്ല. സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞു. ഈ 4 ബിഷപ്പുമാർ, ഈ കുഞ്ഞാടുകളെ പോലെ ഇരുന്ന് സംസാരിക്കുന്ന ബിഷപ്പുമാർ പരസ്പരം ഒന്നിരുന്ന് സംസാരിച്ച് പൗലോസ്ലീഹയുടെ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരൽപ്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളുവിനു. ഇവരുടെ കടിച്ചു കീറലുകൾ കാരണമാണ് പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് പള്ളിയുടെ മോളിൽ കയറണത്. അവരെ വികാരപരമായി ഉണർത്തിയ രണ്ടു കൂട്ടരുടെയും, ഓർത്തഡോക്സിന്റെയും യാക്കോബായ വിഭാഗത്തിന്റെയും അവരെ വികാരപരമായി കത്തിച്ചാളിച്ചു വിട്ട പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യരെങ്ങനെ പോകുന്നതിന് കാരണമുണ്ട്. കാരണം അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനം വെച്ചിട്ടാണ് ഈ പള്ളി പണിതത്. ഇന്ന് അതിന്റെ ഉടമസ്ഥാവകാശം ഈ ബിഷപ്പുമാർക്കാണെന്നും പറഞ്ഞ് അവര് തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലുക. അപ്പൊ സഭ ഇത്രമാത്രം ഗതികെട്ടൊരവസ്ഥയിലേക്ക് ചെന്ന് എത്തിയെന്ന് ഓർക്കണം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 മുട്ടനാടുകൾ തമ്മിലൂടെ തല്ലിക്കൊണ്ടിരിക്കുക, രണ്ടുപേര് തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. നടുവിൽ ചോര കുടിക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയക്കാരൻ ഇറങ്ങിയേക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നല്ല അന്തസ്സായിട്ട് നടുവിൽ നിന്ന് ചോര ഊറ്റി കുടിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നടുവിൽ നിന്ന് ചോര ഊറ്റി കുടിക്കുമ്പോ വിശ്വാസികളെ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിമിനെയാണ്. അല്ല, ഇവിടെയും ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഒത്തുതീർപ്പ് ചർച്ചകൾ ഇവിടെയും ഉണ്ടല്ലോ. അതാലോചിച്ച് നോക്കണം. ഇതിനകത്ത് സീറോ മലബാർ സഭയിൽ എന്താണ് കാര്യം? സീറോ മലബാർ സഭ വിനു, വളരെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയൂ വിനു? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. അല്ല, ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി മധ്യസ്ഥ ചർച്ച നടത്തുന്നു, മറ്റൊരിടത്ത് പ്രധാനമന്ത്രി നടത്തുന്നു. ഞാൻ ഇവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അയ്യോ, അത് വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മുഖ്യമന്ത്രി മധ്യസ്ഥ ചർച്ച നടത്തുകയാണ്. മധ്യസ്ഥ ചർച്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഇവരടിച്ചോണ്ടേയിരിക്കണം. ഞാനാണ് നിങ്ങളുടെ കൂടെ എന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അടുത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് യാക്കോബായ വിഭാഗത്തിന്റെ അടുത്തും മാറി മാറി പറയണം. ഇവരിങ്ങനെ തമ്മി തല്ലി കീറി ക്രിസ്ത്യൻ സഭാവിഭാഗം സമൂഹത്തിന്റെ മുമ്പിൽ നശിച്ച് നാരായണക്കല്ലെടുക്കണം. അല്ല, നാണം കെട്ടത് പരമാവധി നാണം കെട്ടിട്ടുണ്ട്. ഈ മൃതശരീരം കൊണ്ട് തമ്മിലടിക്കുന്നവർക്ക് എന്ത് അന്തസ്സാണ് സമൂഹത്തിലുള്ളത്? വിനു, ഈ പറയുന്നതൊക്കെ ശരിയാണ്. മൃതശരീരം കൊണ്ട് തമ്മിലടിക്കാൻ പാകത്തിന് അവരെ ഇളക്കി വിടുന്നത് ഈ ബിഷപ്പുമാരാണെന്ന്.
ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് ഇതൊരു ക്രിസ്ത്യൻ സഭയുടെ ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണെന്ന്, മനുഷ്യന്റെ പ്രശ്നമെന്ന് പോട്ടെ, ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണെന്ന ബോധ്യമുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യൂ.